ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. കോഫി ഐസ്ക്രീം. കാപ്പിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കെല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ് കോഫി ഐസ്ക്രീം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ആയിരിക്കണം ഇത് ഞാൻ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കുക. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. ഇത് 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ടാണ് ഇച്ചിരി കട്ടി പോലെ തോന്നുന്നത്. ഇനി നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഐസ്ക്രീമാണ് കോഫി ഐസ്ക്രീം. ഇനി നമ്മൾ ആ കാപ്പിപ്പൊടിയില്ലേ, ആ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി അങ്ങോട്ട് ഒഴിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെറിയതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് ഇടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതുകൂടി ഇടുമ്പോൾ നമുക്ക് ആ ഐസ്ക്രീം തിന്നുമ്പോഴത്തേന് ഒന്ന് ഇടയ്ക്ക് കടിക്കാനും ഒക്കെ കിട്ടും. അപ്പം ആ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കൂടും. അപ്പം നല്ല ടേസ്റ്റാണ്. ഇത്രയും തന്നെ ഇടണമെന്നില്ല. ഇത് ഇച്ചിരി ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്, എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട്. ഈ ഇതിടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ ചോക്ലേറ്റ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അല്ലുള്ളതനുസരിച്ച് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താലും മതി. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലതുപോലെ ലെവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഒന്ന് വിതറി കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടച്ച് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ ഒരു 8-9 മണിക്കൂറെങ്കിലും വെക്കണം. നമ്മുടെ ഐസ്ക്രീം ഫ്രീസറിൽ നിന്നൊക്കെ എടുത്തു. ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. താങ്ക് യു.